നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മധ്യവിരലും അതേപോലെ തന്നെ ചൂണ്ടുവിരലും ഇതേപോലെ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഒരാൾക്ക് 2 പെൺകുട്ടികൾ അതല്ലെങ്കിൽ 3 പെൺകുട്ടികൾ. പണ്ഡിതന്മാർ പറഞ്ഞു അത് എണ്ണം പറയുമ്പോൾ അങ്ങനെ പറയുന്നതാണ് ഒരു പെൺകുട്ടിയാണെങ്കിൽ. കാരണം ആ വിഷയമാണ്, ആ തത്വമാണ് പ്രധാനം. അവരെ നന്നായി വളർത്തി ഹത്താ യബിൻ, നന്നായി അവരെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് വരെ അവരെ വളർത്തിയ. എന്നാൽ ഒരാൾ അതിനു മുമ്പേ മരണപ്പെട്ടുകൂടെ? ഒരു വാപ്പ മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാലോ? റസൂലുള്ള വ്യക്തമാക്കി, ഔ യമൂത അൻഹുന്ന, അല്ലെങ്കിൽ ആ മക്കളെ ബാക്കിയാക്കി ആ മനുഷ്യൻ മരിച്ചുപോയാൽ. പെൺകുട്ടികളുണ്ട്, ഒന്നെങ്കിൽ അവരെ വിവാഹം ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ അതിനു മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു പോയി. പക്ഷേ നല്ല നിലക്കാണ് പോറ്റി വളർത്തുന്നതെങ്കിൽ ഞാനും ആ വ്യക്തിയും സ്വർഗത്തിൽ ഇതുപോലെയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിലെ ഉന്നതമായ ദറജയിലായിരിക്കും ആ വ്യക്തി എന്ന്. പെൺകുട്ടികൾ നരകത്തിൽ നിന്ന് ജുന്നയാണെന്ന് മറ്റ് ഹദീസിൽ കാണാം. നരകത്തിൽ നിന്ന് ഒരു ഉപ്പയെ സംരക്ഷിക്കും പെൺമക്കൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കും. അതുകൊണ്ട് ഏറ്റവും നന്നായി അവരെ വളർത്തുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള കാര്യങ്ങൾ. ആൺകുട്ടികളെ പോലെയല്ല പെൺകുട്ടികൾ. പെൺകുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അത് അവർക്ക് നൽകണമെന്നാണ്. തൻ്റെ മക്കൾക്ക് പട്ടുവസ്ത്രം കൊടുക്കാറുണ്ടായിരുന്നു പെൺകുട്ടികൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരെങ്കിലും അങ്ങനെ സമ്മാനം കൊടുത്താൽ അത് പെൺമക്കൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സമ്മാനങ്ങൾ നൽകുക, അവർക്ക് അനുയോജ്യമായ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക, അതൊക്കെ പിതാക്കന്മാർ ചെയ്യുന്നത്. ഒരിക്കലും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇടയിൽ വിവേചനം പാടില്ല. ഇഅ്ദിലൂ ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പാലിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖുർആനിൽ കാണാം, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. സ്ത്രീകളാണെങ്കിൽ അവർക്ക് അവകാശവുമുണ്ട് ബാധ്യതയുമുണ്ട്, രണ്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വേർതിരിവ് പാടില്ല. നിസാഇകൾ ശഖായിഖുർ റിജാൽ, പുരുഷന്മാരുടെ പകുതി തന്നെയാണവർ. ഒരു നിലക്കും ആ നിലക്കുള്ള ഒരു വിവേചനം കാണിക്കാൻ പാടില്ല. പലരും ആൺകുട്ടികൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കും, ഒരുപാട് പണം ചെലവഴിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകും. പെൺകുട്ടികളുടെ കാര്യത്തിൽ അവരെ കെട്ടിച്ച് പറഞ്ഞേക്കാനുള്ളതല്ലേ, അത്രയൊക്കെ പഠിച്ചാൽ മതി എന്ന് കരുതും. അങ്ങനെയല്ല, എല്ലാറ്റിലും നീതി പാലിക്കണം.